അവതാർ പോലെയൊക്കെ ഇംഗ്ലീഷ് മൂവിയൊക്കെ പറ്റിയപ്പോൾ കണ്ടതുപോലെ ഒരു ഫീലാണ്. അല്ലാതെ ഒരു പുതിയൊരു രീതിക്ക് എടുത്തിട്ടുള്ള രീതിക്കൊന്നും അല്ല. ഈ റിവ്യൂ പറഞ്ഞിട്ടാണ് കേട്ടിട്ടാണ് വന്നത് കേട്ടോ, പക്ഷെ ആ ഒരു ഫീൽ കിട്ടിയില്ല. അതാണ് കഥയെന്നൊന്നും പറഞ്ഞിട്ടുള്ള അകപ്പാട് കുറെ ഗ്രാഫിക്സ് ഉണ്ട്. അല്ലാതെ ഇതിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു അവതാർ പോലെയൊക്കെ ഇംഗ്ലീഷ് മൂവിയൊക്കെ പറ്റിയപ്പോൾ കണ്ടതുപോലെ ഒരു ഫീലാണ്. അല്ലാതെ ഒരു പുതിയൊരു രീതിക്ക് എടുത്തിട്ടുള്ള രീതിക്കൊന്നും അല്ല. ആ ഉണ്ട്. കാരണം ആ സിനിമ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആനിമേഷൻ രീതിക്കാണ് പടം എടുത്തിട്ടുള്ളത്. ഓക്കെയാണ്, കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. അത് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഇടയ്ക്കൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തു. ബാക്കി ഓവറോൾ VFX കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് എല്ലാവരും റോളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രഭാസിന്റെയും പ്രഭാസാണ് മെയിൻ. ഒരു നല്ലൊരു റോളായിരുന്നു. അമിതാഭ് ബച്ചൻ്റെയും നല്ല റോളായിരുന്നു. പക്ഷേ ഒരു ലാഗ് നല്ല ഫീൽ ചെയ്തു. ഈ റിവ്യൂ പറഞ്ഞിട്ടാണ് കേട്ടിട്ടാണ് വന്നത് കേട്ടോ, പക്ഷെ ആ ഒരു ഫീൽ കിട്ടിയില്ല. കുറച്ച് ലാഗ് നല്ലതായിട്ട് ഫീൽ ചെയ്തു. വിഷ്വലി ഇംപ്രസീവ് ആണ്, സൂപ്പറാണ്. അല്ല, ഡിസാറ്റിസ്ഫാക്ട് ആണ്. കാര്യം എന്താണ് കഥയെന്നൊന്നും പറഞ്ഞിട്ടുള്ള അകപ്പാട് കുറെ ഗ്രാഫിക്സ് ഉണ്ട്. അല്ലാതെ ടോട്ടലി കാണുമ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി. കഥ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ലെങ്കിൽ കഥ പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല കാണുമ്പോൾ. എന്തോ മഹാഭാരതത്തിലെ പഴയ കഥകളിനെ കുറിച്ചൊക്കെ ഇതുണ്ട്. പിന്നെ ഇപ്പോഴത്തെ യുഗത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അതിൽ കാണിക്കുന്നു. പിന്നെ കൂടുതലും ക്രൂവൽറ്റി. വളരെ നന്നായിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടെക്നിക്കലി ഭയങ്കര നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നി. ഫാമിലി ആയിട്ടാണ് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. ഫസ്റ്റ് ഹാഫ് നമുക്ക് പ്രഭാസിൻ്റെ ഇൻട്രോ സ്ഥലത്ത് ചെറിയൊരു ലാഗ് പോലെ തോന്നും. കാരണം ചില കോമഡികൾ നമുക്ക് വർക്കൗട്ട്, ഡബ്ബിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കാം, കോമഡികൾ വർക്കൗട്ട് ആവാതെ തോന്നി. അതല്ലാതെ പടം ത്രൂ ഔട്ട് വലിയ ലാഗൊന്നുമില്ല, നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലെല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫും മോശമൊന്നുമല്ല. ആ ഒരു തുടക്കം സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യും. പിന്നെ ആ വേൾഡിലോട്ട് നമ്മൾ ഇന്നായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. സ്റ്റോറി കൊണ്ടുപോയതാണ് ആ മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രഭാസിനെ പോലത്തെ ഒരു വലിയൊരു ആക്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇടയ്ക്ക് ഭയങ്കര ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഒരുപാട് കൊടുക്കണം. അപ്പോൾ അതിൻ്റേതായ നമുക്ക് ലാഗ് ഫീൽ ചെയ്യും. ഇപ്പോൾ കാണുന്നവർക്ക് ഇപ്പോൾ സ്റ്റോറി എന്താണെന്നുള്ള അറിയാനാണ് ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും തുടക്കത്തിൽ അതൊക്കെ കുറച്ച് ആ ഒരു ഇൻട്രോ ഒക്കെ വന്നിട്ട് കുറച്ച് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. ബാക്കി ഓവറോൾ അടിപൊളിയാണ്. 600-700 കോടി ബഡ്ജറ്റ്, അപ്പോൾ അതിനുള്ള ഉണ്ടെന്ന് തോന്നി കണ്ടപ്പോഴത്തേക്ക്. തീർച്ചയായിട്ടും അത്രയും അതിന് നമുക്ക് ഒരു ഇത് പോരാ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ എല്ലാ ആക്ടേഴ്സിനും ഇപ്പോൾ പിന്നെ മലയാളത്തിൽ നിന്നുള്ളവർക്കാണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല സ്ക്രീൻ വൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പോരാ എന്നുള്ള തോന്നലൊന്നുമില്ല. മ്യൂസിക് ആണെങ്കിലും സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ആണെങ്കിലും ഭയങ്കര നന്നായിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേൾക്കാൻ. നമ്മൾ എൻഗേജിങ് ആയിരുന്നു. ഇപ്പം പറയാനായിട്ട് എന്താ പറയുക, മൂവി വന്നിട്ട് ഇപ്പം നമുക്ക് ആ ഒരു മഹാഭാരതം ടച്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു നല്ല മൊമെൻ്റാണ്. പിന്നെ ഇതൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റയർലി മൂവി അടിപൊളിയാണ്. ഈ അടുത്തൊരു സെക്കൻഡ് പാർട്ട് വരാനുണ്ട്, അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നോക്കാം. മൂവി മൊത്തത്തിൽ അടിപൊളിയാണ്. വിഷ്വൽസ് നല്ലതായിരുന്നു, ഗ്രാഫിക്സ് അങ്ങനെയുള്ള എല്ലാം കൊള്ളായിരുന്നു. മൊത്തത്തിൽ കൊള്ളാം. ഒരു ഫസ്റ്റ് ഹാഫിൽ ചിലടത്തൊക്കെ കണക്ട് ആവാതെ പോയത് പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് നല്ല പിടിച്ചിരുത്തുന്ന ഭയങ്കര മാസ് സംഭവം. എങ്ങനെയുണ്ട്? ഏത് ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്? ലാസ്റ്റ് ഒരു ക്യാരക്ടർ വരും, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിപ്പോൾ ആ ക്യാരക്ടറാണ് ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. പ്രഭാസൊക്കെ എങ്ങനെയുണ്ട്? പ്രഭാസ് കൊള്ളാം, എല്ലാവരും കൊള്ളായിരുന്നു. കുറേ പേരെ ഉണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോകും. അതുകൊണ്ട് സൂപ്പർ പടം, കിടിലം, വേറെ ലെവലായിരുന്നു. ഇത് കമലഹാസനും പിന്നെ അമിതാഭ് ബച്ചനൊക്കെ കിടിലമായിരുന്നു. പിന്നെ പ്രഭാസ് ഒന്നും പറയില്ല, സൂപ്പർ. ക്യാമിയോ റോൾസ് ഒക്കെ കയറില്ല, പക്ഷേ ദുൽഖറിന് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടൊരു ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. വിജയ് ദേവറകൊണ്ടൊക്കെ കിടിലായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. VFX-ഉം അതുപോലെ പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. പ്രഭാസും എല്ലാവരുടെ പെർഫോമൻസും കൊള്ളാം, അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അടുത്ത പാർട്ടി അതിൻ്റെ വെയിറ്റിംഗ് ആണ്. ഗ്രാഫിക്സ് ഒക്കെ നല്ല ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഗ്രാഫിക്സ് അല്പം മോശമായിട്ട് തോന്നി. ബാക്കിയെല്ലാം കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടു? കൊള്ളാം, നല്ല കഥ തന്നെ.